എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ പുറം നാടുകളിലൊക്കെ താമസിക്കുന്നവർക്കും നമ്മുടെ അമ്മമാർ സ്നേഹത്തോടെ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ്. വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ ചമ്മന്തിപ്പൊടി തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ 2 വലിയ തേങ്ങ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ ചിരകിയതിൻ്റെ കൂടെ തന്നെ ആവശ്യമുള്ള കറിവേപ്പിലയും കൂടെ എടുക്കണം. കറിവേപ്പില എത്ര ഉണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ എടുത്തേക്കുന്നത് കുറച്ച് ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 2 ചുള്ള വെളുത്തുള്ളിയും കൂടാതെ ഒരു സവാള സ്ലൈസ് ചെയ്തതുമാണ്. അപ്പം നമ്മൾ തേങ്ങയുടെ കൂടെ മറ്റൊരു സംഭവം കൂടെ എടുക്കുന്നുണ്ട്, നമ്മുടെ വറ്റൽമുളകാണ്. ഒരു 10-12 വറ്റൽമുളകൊക്കെ ആവാമേ. അതും നമ്മുടെ എടുക്കുന്ന വറ്റൽമുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്കതിൽ മാറ്റം വരുത്താം. അപ്പം നമ്മൾ എടുത്തു വെച്ച തേങ്ങയും കരിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളകും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഒരല്പം എണ്ണ പോലും ഉപയോഗിക്കരുത്, കാരണം ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം നല്ല രീതിക്ക് ബ്രൗൺ കളർ ആവുന്നിടം വരെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിടി കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാവേ. അതും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ നല്ല രീതിക്കൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പണിയാണ്. ആദ്യമൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതും ചൂട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കണം കേട്ടോ. നമ്മൾ എടുക്കുന്ന പാന് ഒന്നെങ്കിൽ നോൺ സ്റ്റിക്ക് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂട് കട്ടിയുള്ള പാത്രം എടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചു പോവേ. അപ്പം അതിടയ്ക്കൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അത്രയ്ക്ക് നല്ലതൊന്നുമല്ല, പക്ഷെ നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മളതൊക്കെ ഉപയോഗിച്ചേ മതിയാവും അല്ലേ. അപ്പോൾ ഏത് പാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിക്കാം. ഈ ചമ്മന്തിപ്പൊടിയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ കഞ്ഞിയുടെ ഒപ്പമാണ്. അപ്പോൾ കഞ്ഞിയുടെ ഒപ്പം ഈ ഒരു ചമ്മന്തിപ്പൊടി മാത്രം മതി, പിന്നെ ഒരു പപ്പടവും കൂടെ ആവാം. അപ്പോൾ അങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കാണ്. അപ്പോൾ അവർക്ക് ഒരു ദിവസത്തെ അവർക്ക് കറിയൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചമ്മന്തിപ്പൊടി വീട്ടിൽ നിന്ന് തയ്യാറാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ അത് മാത്രം മതി കേട്ടോ. ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, പ്രവാസികൾക്കും ജോലി സംബന്ധമായിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റു സ്ഥലങ്ങളിലായിട്ടൊക്കെ താമസിക്കുന്നില്ലേ, അപ്പോൾ അവർക്കെല്ലാം ഇത് ഉപകാരപ്പെടുവേ. കാരണം പെട്ടെന്നൊരു വയ്യായികയൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കറിയൊന്നും തപ്പി നടക്കണ്ടല്ലോ. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ കിട്ടുന്ന കറികളൊന്നും അത്രയ്ക്ക് നല്ലതൊന്നും അല്ലല്ലോ, ഹെൽത്തിനാണെങ്കിലും ടേസ്റ്റ് വൈസ് ആണെങ്കിലും അത്ര നല്ലതല്ല. എപ്പോഴും ഹോംലി ഫുഡ് തന്നെയാണല്ലോ നല്ലത്. അപ്പോൾ ആ കേസിലൊക്കെ നമുക്ക് ഇത് പ്രിഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇളക്കി ഇത് പെട്ടെന്നൊന്നും ആവുന്ന പണിയല്ല കേട്ടോ, കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ഐറ്റം ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ, വാളംപുളിയാണ്. അപ്പോൾ നമ്മുടെ സാധാരണ പുളി, അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ഫ്രൈ ചെയ്താൽ മതി. ഇനി നമുക്കിതിവിടെ ചൂടാറാനായിട്ട് വെക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ഉഴുന്നാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ ആരും ചേർക്കുന്നത് കണ്ടിട്ടില്ല, പക്ഷേ ഇത് ചേർക്കുവാണെങ്കിൽ നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉഴുന്ന് നല്ല രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, എണ്ണയൊന്നും ഇല്ലാതെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം അല്പം ഉപ്പും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാമേ. ഈ പൊടി നമുക്കിനി ലാസ്റ്റ് നമ്മുടെ ചമ്മന്തിപ്പൊടിയിലൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഉഴുന്ന് നമുക്ക് തീരെ ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിക്കേണ്ട, ചെറിയ തരികളൊക്കെ ആവാമേ. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ തേങ്ങയുടെ മിക്സ്ചറില്ലേ, അതും ചൂടാറിയതിന് ശേഷം നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം. അപ്പം നമ്മൾ എടുത്തേക്കുന്ന തേങ്ങയിൽ എണ്ണയുടെ അംശം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കര ഫൈനായിട്ടൊന്നും കിട്ടില്ല കേട്ടോ, ഈ ഒരു രീതിക്കാണ് കിട്ടുന്നത്. അങ്ങനെ ഞാനിവിടെ 2-3 പ്രാവശ്യമായിട്ട് നമ്മുടെ തേങ്ങയുടെ മിക്സറും മിക്സി ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും, തീരെ അങ്ങ് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അത് ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ക്രഷ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത ആ പൊടിയും അതുപോലെ നമ്മുടെ ഉഴുന്ന് പൊടിച്ചതും ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കണേ. ഫ്ലെയിം ഒന്നും ഓൺ ആക്കരുത്, വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മിക്സ് ചെയ്ത് നല്ല രീതിക്ക് കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് കുറച്ച് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ചൂടാറിയതിന് ശേഷം നല്ലൊരു കണ്ടെയ്നറിൽ നമുക്ക് സീൽ ചെയ്ത് വെക്കാം. ഞാൻ സാധാരണ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരാൻ നേരം സിപ്ലോ കവറിനകത്താണ് കേട്ടോ ചമ്മന്തിപ്പൊടി ആക്കിക്കൊണ്ട് വരാറ്. എന്നിട്ട് നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം നമുക്ക് ഏത് കണ്ടെയ്നറിലാണോ സ്റ്റോർ ചെയ്യേണ്ടത് അതിനകത്ത് നമുക്ക് അടച്ച് വെക്കണം. നമ്മൾ ഇട്ട് വെക്കുന്ന കണ്ടെയ്നറിനകത്തും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായിപ്പോൾ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളിത് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചമ്മന്തിപ്പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.